അപകടകാരിയായ ഒരു ഡ്രാഗണുമായി പോരാടി ധൈര്യം തെളിയിക്കാൻ 18 വയസ്സ് തികഞ്ഞ ഉടൻ ഒരു കുട്ടിയെ അയക്കാറുണ്ട്. ആൺകുട്ടികളെ മാത്രമേ ഈ ദൗത്യത്തിന് അയക്കാവൂ എന്നതായിരുന്നു എപ്പോഴും നിയമം. പക്ഷേ ഇത്തവണ ഏറ്റവും ഭയാനകമായ ഡ്രാഗണെയാണ് അവന് നേരിടേണ്ടി വന്നത്. ഈ ഡ്രാഗൺ തീ തുപ്പുക മാത്രമല്ല, അതിന്റെ ശരീരം ഒരു പർവ്വതം പോലെ വലുതുമായിരുന്നു. അത് മൈതാനത്തേക്ക് കാലെടുത്തുവെച്ച ഉടൻ ആദ്യം സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളുടെ നേർക്ക് തീ വർഷിച്ചു. എന്നിട്ട് ആൺകുട്ടിയുടെ നേരെ വന്നു നിന്നു. അവനെ ഒരു നിമിഷം കൊണ്ട് ചാരമാക്കാൻ ഡ്രാഗൺ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഈ രംഗം കണ്ട സ്റ്റേജിലിരുന്ന പ്രധാനി ഞെട്ടി. തന്റെ മകന് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. ആളുകൾ കണ്ണടയ്ക്കാതെ ആ രംഗം കണ്ടു. അപ്പോൾ ആൺകുട്ടി ആയുധം വലിച്ചെറിഞ്ഞ് ഡ്രാഗണുമായി സംസാരിക്കാൻ തീരുമാനിച്ചു. അമ്മ ഉണ്ടാക്കിയ ഹെൽമെറ്റും അവൻ അഴിച്ചുമാറ്റി. ഡ്രാഗണെ എങ്ങനെയും ശാന്തമാക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ ഇത് അവിടുത്തെ നിയമങ്ങൾക്ക് എതിരായിരുന്നു. ഇത് കണ്ട പ്രധാനിക്ക് ദേഷ്യം വന്ന് ദേഷ്യത്തിൽ കോടാലി നിലത്തടിച്ചു. ഡ്രാഗണിന്റെ ദേഷ്യം വീണ്ടും ആളിക്കെത്തി. സമയം കളയാതെ അത് തീജ്വാലകൾ തുപ്പാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആൺകുട്ടി അങ്ങോട്ടുമിങ്ങോട്ടും ഓടി. പക്ഷേ അധികം വൈകാതെ ഡ്രാഗൺ അവനെ താഴെയിട്ടു. ഇപ്പോൾ അവന്റെ ജീവിതം അവസാനിക്കാറായി. അപ്പോഴേക്കും ഒരു നിഴൽ ഒരു കൊഴിയുന്ന നക്ഷത്രം പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി. അത് പ്രശസ്തനായ യോദ്ധാവ് നൈറ്റ് ഫ്യൂറി ആയിരുന്നു. ഡ്രാഗൺ വളരെ വലുതും തീ തുപ്പാൻ കഴിവുള്ളതും ആയിരുന്നു. പക്ഷേ നൈറ്റ് ഫ്യൂറിക്ക് മുന്നിൽ നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല. കുറച്ച് ആക്രമണങ്ങളിൽ ഡ്രാഗൺ തളർന്നു, പരാജയം സമ്മതിച്ചു. എല്ലാവരും സുരക്ഷിതരായിരുന്നു. ഇപ്പോൾ അപകടമൊന്നുമില്ലായിരുന്നു. ആൺകുട്ടി ഉടൻ തന്നെ നൈറ്റ് ഫ്യൂറിയുടെ അടുത്തേക്ക് പോയി ഇവിടെ നിന്ന് വേഗം പോകാൻ ആവശ്യപ്പെട്ടു. കാരണം നൈറ്റ് ഫ്യൂറിയും അവിടുത്തെ ജനങ്ങളും പഴയ ശത്രുക്കളായിരുന്നു. അവരുടെ ശത്രുത ഒരിക്കലും അവസാനിക്കില്ലായിരുന്നു. എന്നാൽ വളരെ വൈകിയിരുന്നു.